റഷ്യയും യുക്രൈനും തമ്മിൽ കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ. ഇരു രാജ്യങ്ങളും ധാരണ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. കരാർ നടപ്പിലാക്കുന്നത് മുതൽ ചെങ്കടലിൽ റഷ്യൻ സൈനിക കപ്പലുകൾ വിന്യസിച്ചാൽ ധാരണയുടെ ലംഘനമാകുമെന്ന് യുക്രൈൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ചർച്ചയിലെ ഒരു അന്തിമ തീരുമാനമായാണ് അമേരിക്ക ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നത്. വെവ്വേറെ സ്റ്റേറ്റ്മെന്റുകളിലായി 2 വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളിലായാണ് അമേരിക്ക ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ചർച്ചകൾ, ക്രിയാത്മകമായ ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു. അത് ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ട ചർച്ചകൾ പോലും നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കരിങ്കടലിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള വാണിജ്യ കപ്പലുകൾക്കെതിരായി വെടിയുതിർക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും കരിങ്കടലിൽ പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്യണമെന്ന നിലപാടിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. നമുക്കറിയാവുന്നതാണ്, 2 രാജ്യങ്ങളുടെയും അതിർത്തിയാണ്, കരിങ്കടൽ അതിർത്തിയുള്ള രാജ്യങ്ങളാണ് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും. മാത്രമല്ല, യുക്രൈന്റെ ധാന്യ കയറ്റുമതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനാഴി കൂടിയാണ് ഈ കരിങ്കടൽ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് സീ എന്ന് പറയുന്ന പ്രദേശം, സ്വാഭാവികമായും ബ്ലാക്ക് സീയിലെ ഈ സൈനിക വിന്യാസങ്ങളും മറ്റു നടപടികളും എല്ലാം തന്നെ 2 or 3 പോർട്ടുകളെ പൂർണ്ണമായും നിശ്ചലമാക്കിയ ഒരു സാഹചര്യം യുക്രൈൻ നേരിടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരിങ്കടലിൽ വെടിനിർത്തൽ വേണമെന്ന ഒരു പ്രധാന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വെടിനിർത്തൽ ധാരണ റഷ്യയും അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ റഷ്യയും മറ്റു കൃത്യമായ ചില മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ചില ഉപാധികൾ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ചില ഭക്ഷ്യധാന്യ കയറ്റുമതിക്കാർക്കും അതുപോലെ തന്നെ ബാങ്കുകൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെയുള്ള ചില ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഉപരോധം വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെടണം എന്നൊരാവശ്യമാണ് റഷ്യ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം യുക്രൈനും വളരെ കൃത്യമായ ചില നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. യുക്രൈൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ നിലപാട് എന്ന് പറയുന്നത്, വെടിനിർത്തൽ നടപ്പാകുന്ന ദിവസം മുതൽ ഏതെങ്കിലും ഒരു പടക്കപ്പൽ കരിങ്കടലിൽ വരികയാണെങ്കിൽ അത് വെടിനിർത്തൽ ധാരണയുടെ ലംഘനമായി കണക്കാക്കുമെന്നും യുക്രൈൻ പറയുന്നുണ്ട്. മാത്രമല്ല, യുക്രൈൻ പറയുന്നത് ഇക്കാര്യം വളരെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു, ഇത് വളരെ വൈകിപ്പോയ തീരുമാനമായി എന്ന ഒരു നിലപാടും യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് തുടർന്നും വെടിനിർത്തൽ ധാരണ നടപ്പാകുക എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും കരിങ്കടലിലെ വെടിനിർത്തൽ നടപ്പായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിഷ്ണു. ശരി, ഐസൻ ജോസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.